നമസ്കാരം. ജനശബ്ദം ഇന്ന് എത്തിയിരിക്കുന്നത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലാണ്. ശക്തമായ ത്രികോണ മത്സരമാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രചരണ ഘട്ടങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഇനി അന്തിമ വിധി വരുമ്പോൾ അറിയാം വടക്കാഞ്ചേരിയിൽ ആര് വിജയിച്ചു കയറുമെന്ന്. അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ജനശബ്ദവുമായി ഞങ്ങൾ കടക്കുകയാണ്. വടക്കാഞ്ചേരി ഇക്കുറി തീ പിടിക്കുമെന്നതിൽ യാഥാർത്ഥ്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ 3 പേരും നല്ല ചെറുപ്പക്കാരാണ്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ വടക്കാഞ്ചേരിയുടെ മനസ്സ് ആർക്കൊപ്പം ആവാനാ സാധ്യത? വടക്കാഞ്ചേരി എന്നും വികസനത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷത്തെ വികസനം നോക്കുകയാണെങ്കിൽ സമാനതകളില്ലാത്ത വികസനം തന്നെയാണ് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നിലവിലെ MLA സേവർ ചിറ്റിലപ്പള്ളിക്ക് അനുകൂലമാവാനാണ് സാധ്യത. പിന്നെ നമ്മൾ വേറൊരു ഇതിലെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ജനം വേറൊരു രീതിയിലും കൂടി കാണുന്നുണ്ട്. രാഷ്ട്രീയം എന്നുള്ളത് ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം നോക്കുമ്പോൾ നമുക്കറിയാം നിലവിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇലക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ അടിയും പിടിയും കൂടി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഇനി വരുമ്പോൾ എങ്ങനെയാവും ഇത് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് കൂടി ഉണ്ട്. അപ്പോൾ ചിട്ടയായ ഒരു രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം, പ്രഖ്യാപനം, പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു സർക്കാർ മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു സംസ്കാരമാണ്. അതാണ് കേരളത്തിൻ്റെ സംസ്കാരം, അതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. നമസ്കാരം ചേട്ടാ. വടക്കാഞ്ചേരി ഈ പ്രാവശ്യം തീ പാർന്ന പോരാട്ടമാണോ? എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? വടക്കാഞ്ചേരി തീ പാർന്ന പോരാട്ടം തന്നെയാണ്. വൈശാഖ് ജയിക്കുന്നതാണ് സ്വതവേ. മറ്റുള്ള ഈ LDFും BJP ഒക്കെ നല്ല സ്ട്രോങ് അല്ലേ? സ്ട്രോങ് തന്നെയാണ്, പക്ഷേ ചാൻസ് വൈശാഖിനാണ് എല്ലാവരും പറയുന്നല്ലേ. വടക്കാഞ്ചേരി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ മാറുവാണെന്ന് തോന്നുന്നു അല്ലേ? 3 പേരും അല്ല ഒപ്പത്തിനൊപ്പാണോ? ഓക്കെ. വോട്ട് ചെയ്യാൻ പോറുണ്ടോ? വോട്ട് ചെയ്യാൻ പോറില്ല. അതെന്താ വോട്ട് ചെയ്യാൻ പോകാതെ? താല്പര്യമില്ല, ജനാധിപത്യത്തിന് താല്പര്യമില്ല. അത് തീർച്ചയായും നമ്മുടെ ഒരു മൗലികമായ ഒരു അവകാശമല്ലേ? നമ്മുടെ ഇല്ലായിരുന്നു, വിദേശത്ത് വോട്ട് ചെയ്യാറില്ല. നമ്മുടെ നാടിന്റെ വികസനവും കാര്യങ്ങളൊക്കെ ഇവരിലൂടെ യാഥാർത്ഥ്യമാവണേ. അത് ശ്രദ്ധിക്കില്ല. നമസ്കാരം ചേട്ടാ. വടക്കാഞ്ചേരി ഈ പ്രാവശ്യം നല്ല തീ പാർന്ന പോരാട്ടമാണല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ആയില്ലേ? 3 പേരും നല്ല സ്ട്രോങ് ആണല്ലേ? 3 നല്ല സ്ട്രോങ് തന്നെയാണ്. പക്ഷേ ഇവിടെ LDF ആണ് ജയിക്കുള്ളൂ മിക്കവാറും. അത് സാധ്യത കാണുന്നു. അല്ല, ഞാൻ ഇപ്പോൾ ആളുകളായിട്ട് ഇടപഴകുന്നതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു പറ്റുള്ളൂ. അതിപ്പോൾ എങ്ങനെ വരികയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ LDF ആണ് മിക്കവാറും കുറച്ച് ഇതായിട്ട് നിൽക്കുന്നത്. പറച്ചല്, ജനങ്ങളുടെ പറച്ചല്ലാണ്. നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്ന ആളാണ്. ഓരോരുത്തർ വന്ന് വണ്ടിയിൽ കയറുന്നു, അവർ ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു മാത്രമേ ഉള്ളൂ. മറ്റുള്ള 2 സ്ഥാനാർത്ഥികളും അതും കുഴപ്പമൊന്നുമില്ല. രണ്ടും നല്ല ശക്തിയുള്ള ആൾക്കാർ തന്നെയാണ്. അതെങ്ങനെ വരികയെന്നൊന്നും നമുക്ക് പറയാം. വടക്കാഞ്ചേരി ഒരു ത്രികോണ പോരാട്ടം, 3 മുന്നണിയിലെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? സ്ട്രോങ് ആണല്ലേ? ആർക്കാണ് ഒരു മുൻഗണന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം 15ന്റെ അടുത്ത് 20ന്റെ അടുത്ത് പിടിക്കുന്നില്ല കണക്കൂട്ടൽ. സ്ട്രോങ് ആണ്. വടക്കാഞ്ചേരിയിൽ നല്ല തീ പാർന്നൊരു പോരാട്ടമല്ലേ ഈ പ്രാവശ്യം? ഈ എങ്ങനെയുണ്ട് നിലവിലുള്ള സാഹചര്യം? എങ്ങനെയാ? 3 പേരും ഒപ്പത്തിനൊപ്പാണോ? 3 പേരും ഒപ്പത്തിനൊപ്പാണ് ഇപ്പൊ അവിടെ കാണാനുള്ളത്. ആർക്കാണൊരു അല്പം മുൻതൂക്കമൊക്കെ? അന്നിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ, കറക്റ്റായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. സ്ട്രോങ് ആണ്. 3 കൂട്ടർ സ്ട്രോങ് ആയിട്ടാണ് കാണാനുള്ളത്. വടക്കാഞ്ചേരി ഈ പ്രാവശ്യം 3 പേരും നല്ല കരുത്ത സ്ഥാനാർത്ഥികളാണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഇതിൽ നോക്കുമ്പോൾ ത്രികോണ പോരാട്ടം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് വടക്കാഞ്ചേരിയിൽ. നിലവിൽ എങ്ങനെയാ സാഹചര്യം? വടക്കാഞ്ചേരി സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റില്ല. മുൻ MLA 5 വർഷത്തെ ആ വികസനങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് ജനങ്ങൾ ത്രികോണ മത്സരത്തിലായിട്ട് കാണുന്നില്ല. ഇതിൽ എന്തായാലും സേവർ ചിറ്റിലപ്പള്ളി തന്നെ 2ാം വട്ടം MLA ആവും എന്നുള്ളത് യാതൊരു സംശയമില്ല. LDFും UDFും BJPയും രംഗത്ത്. UDFും BJP രംഗത്ത് വന്നുകൊണ്ട് കാര്യമില്ല. വടക്കാഞ്ചേരി മണ്ഡലത്തിനെ കുറിച്ച് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അറിയാം. അതെങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളത് ആ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. വടക്കാഞ്ചേരി ഈ പ്രാവശ്യം തീ പോരുന്ന ഒരു പോരാട്ടമാണ്. സാധ്യത എങ്ങനെയാണ്? വടക്കാഞ്ചേരിയില് നല്ല ടൈറ്റാ. 2 കൂട്ടരും നല്ല ഇതായിട്ട് പോകുന്നുണ്ട്. 2 കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? മറ്റേ LDFും UDFും പ്രചാരണത്തിനും മോശമില്ല. 2 കൂട്ടരും വടക്കാഞ്ചേരിയാണല്ലോ. ഇപ്പം ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാരണം വെച്ചെങ്കിൽ 2 കൂട്ടരും നമ്മളറിയുന്ന ആൾക്കാർ. സേവ്യറാണെങ്കിൽ ബാല്യകാല സുഹൃത്ത്, മറ്റവനാണെങ്കിൽ പെങ്ങന്മാരും ചേട്ടന്മാരും മക്കളുടെ കൂടെ പഠിച്ചവൻ.
ആര് ജയിച്ചാലും നമുക്ക് സന്തോഷമുള്ളൂ. ആ സമയത്ത് മൂട് പോലെ ഇരിക്കും കാര്യങ്ങൾ. ആര് ജയിച്ചാലും നമുക്ക് സന്തോഷമുള്ളൂ. കാരണം രണ്ടു കൂട്ടി നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരിന്. അപ്പോൾ രണ്ട് നല്ല ബലമായിട്ടാണ് പോണത്. നിലവില് വടക്കാഞ്ചേരി ഈ പ്രാവശ്യം ഒരു മിന്നുന്ന പോരാട്ടം തന്നെയല്ലേ? അതെ, നല്ല ഒരു ഇതായിട്ട് പോകുന്നുണ്ട്, ഉഷാറായിട്ട് പോകുന്നുണ്ട്, നല്ല ടൈറ്റായിട്ട് പോകുന്നുണ്ട്. രണ്ടു കൂട്ടർ നല്ല ഇതിൽ പോകുന്നുണ്ട്. രണ്ടു കൂട്ടർക്ക് ഇവിടെ വേണ്ട ആൾക്കാരാണ്. അത് കാരണം നമുക്കങ്ങനെ ഒറ്റതായിട്ട് പറയാൻ പറ്റില്ല. വടക്കാഞ്ചേരി ഈ പ്രാവശ്യം നല്ല ചൂടൻ പോരാട്ടല്ലേ? അതെ അതെ അതെ. ഇങ്ങനെയാണ് നിലവിലുള്ള 3 പേരും നല്ല കടുത്ത മത്സരത്തിലാണ്. അവർക്കൊക്കെ ആയിരിക്കും മുൻഗണനയൊക്കെ? അത് ചുരുക്കത്തിൽ പറയാൻ പറ്റില്ല. 3 പാർട്ടികളും ശക്തമായ പാർട്ടികളാണ്. പിന്നെ ഓരോ ഭാഗ്യങ്ങളും അനുസരിച്ച് സേവ്യറ, മറ്റേ വൈശാഖ, ഉല്ലാസ, എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. 3 മുന്നണിയും ഒപ്പത്തിനൊപ്പം മത്സരിക്കും. 3 മുന്നണിയും 30 മത്സരിക്കും എന്നാണ് നിഗമനം. എങ്ങനെയാണ് വടക്കാഞ്ചേരി നല്ല ചൂടൻ പോരാട്ടല്ലേ? വടക്കാഞ്ചേരി നല്ല പോരാട്ടമാണ് 3 സ്ഥാനാർത്ഥികളും തമ്മിൽ. ഇത്തരത്തിൽ അന്തിമ ഫലം വരുമ്പോൾ ഒരുപക്ഷെ ആർക്കൊപ്പം ആയിരിക്കും മുൻഗണന? ഫലം വരുന്ന പറയുന്നത് ഇപ്പോഴത്തെ സ്ഥിതിക്ക് നമുക്കത് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. പോരാട്ടത്തിൽ ഒട്ടും പിന്നിലല്ല ഉല്ലാസ് ബാബു എല്ലാ കാര്യത്തിലും. എന്നാൽ മറ്റുള്ളതിലൊക്കെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇടതുപക്ഷം ഉണ്ടായിരിക്കാം. പോരാട്ടത്തിൽ ഉല്ലാസ് ബാബു ഒരു കാരണവശാലും പിന്നിലല്ല. ഇപ്പൊ ഇത് എത്ര 2 വട്ടമായി തോന്നുന്നു? 2 പ്രാവശ്യമാണ് ഉല്ലാസ് ബാബു. അപ്പോൾ ജനങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. ജനങ്ങൾക്ക് എല്ലാവരും അറിയാം. ഈ UDF സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ പുതുമുഖമാണ്. ആളും കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യനാണ്. നിലവിലെ സിറ്റിംഗ് ആണ്, MLA ആണ് സേവ്യർ ചിറ്റിലപ്പള്ളി. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ 3 പേരെയും ആര് തുണയ്ക്കും എന്നല്ല? എന്നുള്ളതാണ്. അത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ജനങ്ങളുടെ കയ്യിലാണ് ആ കാര്യം ഇരിക്കുന്നത്. വർക്ക് ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഒരു ത്രികോണ മത്സരത്തിന് സാധ്യത? ത്രികോണ മത്സരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലകളിലും. ഉടൻ പോരാട്ടല്ലേ? 3 പേര് ഒപ്പത്തിനൊപ്പം അല്ലേ? 3 പേരും ഒപ്പത്തിനൊപ്പൊന്നുമില്ല. ഏതാണ്? ഉറപ്പാണ്. ഈ UDFും BJPയും ശക്തമായി രംഗത്തുണ്ടോ? ശക്തമായ രംഗത്തുണ്ട്. പക്ഷെ എന്തായാലും ജയിക്കും 100%. അതെന്ത് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വോട്ടായി വരുമെന്നാണോ? നിലവിൽ എങ്ങനെയാണ്? കണ്ടറിഞ്ഞൂടെ, നാടിൻ്റെ നില കണ്ടറിഞ്ഞൂടെ, സ്കൂളുകൾ കണ്ടറിഞ്ഞൂടെ, പാലങ്ങൾ കണ്ടറിഞ്ഞൂടെ, റോഡുകൾ കണ്ടറിഞ്ഞൂടെ. നമ്മളെല്ലായിടത്തും പോകുന്നതാണ്. ഇതിന് മുമ്പ് കണ്ട കാര്യങ്ങൾ ഇപ്പോൾ കണ്ട കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടെ. നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാം സുഖമായിട്ട്. തണലോ അതിനൊന്നുമില്ല. നിലവിൽ എങ്ങനെയാണ് കേട്ടോ വടക്കാഞ്ചേരി ഒരു തീവാർന്നൊരു പോരാട്ടമല്ല? 3 മുന്നണി എങ്ങനെയാണ്? ഒപ്പത്തിനൊപ്പം നിൽക്കണം തന്നെയാണ്. ഒരു പുതിയ മാറ്റം തീരുമാനിക്കണം. ഉല്ലാസഭ ജയിക്കണം. അതാണ് നമ്മുടെ പുതിയ മാറ്റം തന്നെ. അതല്ല, അല്ലാണ്ട് ഇതില്ല. ഒരു സാധ്യത ഘടകം ഇവിടെ വരുന്നുണ്ടോ? സാധ്യതകൾ ഇപ്പോഴത്തെ ലെവലിൽ ഇപ്പോൾ ഒരു ഇതുണ്ട്. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ വോട്ടേഴ്സ് നോക്കുമ്പോൾ ഒരു ഇതുള്ളതാണ്. ഇപ്പോഴത്തെ പറയാൻ പറ്റില്ലല്ലോ. ശതമാനം കൂടുന്നുണ്ട്. വോട്ട് കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോൾ ലോക്സഭ നോക്കുമ്പോൾ വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ അത്യാവശ്യം വോട്ട് കിട്ടിയിട്ടുണ്ട്. UDFും തൊട്ട് പുറകെയുണ്ട്, LDFും ഉണ്ട്. അതിനാണ് അത് പിന്നെ ഓരോരുത്തരല്ലേ മാറ്റം ആഗ്രഹിക്കുന്ന ചിലപ്പോൾ UDF ആവാം. അത് മാത്രമല്ല. പക്ഷേ കൂടുതൽ ഇപ്പോൾ നമ്മൾ ഉല്ലാസ് ബാബുവിനാണ് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്താ പറയാൻ പറ്റില്ല. വടക്കാഞ്ചേരി നല്ല സ്ട്രോങ് മത്സരത്തിന്റെ ഒരു സാധ്യതയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? കൂടുതലും നമ്മുടെ സേവറായിട്ട് തന്നെയാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഇപ്പോൾ പുതിയ ആള് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈശാഖ് പുതിയ ആളാണ്, ചെറുപ്പക്കാരനാണ്. കുറച്ചൊക്കെ അങ്ങേർക്കും കിട്ടും. എന്നാലും സേവറായിട്ടാണ് കൂടുതൽ സാധ്യത. ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട്? അതൊന്നുമില്ല. ഇപ്പം ഈ ഉല്ലാസ് ബാബു 2-3 പ്രാവശ്യം നിന്നിട്ടുള്ള ആൾ തന്നെയല്ലേ. വോട്ടിംഗ് ശതമാനം കൂടുമായിരിക്കാം. അത് നമുക്ക് പറയാൻ ഈ 2 മുന്നണിയെയും ബാധിക്കാൻ സാധ്യതയില്ല. സാധ്യത കൂടുതൽ സേവ്യർ തന്നെയാണ്. കാരണം ആൾ സിറ്റിംഗ് MLA ആണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മണ്ഡലത്തിൽ. അപ്പം അതിൻ്റെ പേരിൽ ആൾക്കാണ് സാധ്യത. ആരായിരിക്കും? സേവ്യർ ചിറ്റിലപ്പള്ളി തന്നെയാവും. എങ്ങനെയാണ് വടക്കാഞ്ചേരി സ്ട്രോങ് ആണോ? സ്ട്രോങ് ആണ് അത് കണക്കിൽ. 3 പേരും 3 പേർക്കും നല്ല ഇതിലാണ് പോണത്. നിലവിലുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ എങ്ങനെയാ? ഞാനും ആക്ച്വലി ഇതിൽ രാഷ്ട്രീയത്തിൽ കുറവാണ്. എന്നാലും എനിക്ക് വോട്ട് ചെയ്യാൻ പോരല്ലേ? വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ആർക്കായിരിക്കും ഒരു മുൻഗണനയും കാര്യങ്ങളൊക്കെ? അതൊക്കെ എനിക്കൊരു 3 പേർക്കും ഒരു നല്ല ഇതുണ്ട്. 3 പേർക്കും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ത്രികോണ പോരാട്ടമാണ്. ത്രികോണ പോരാട്ടമാണ്. വടക്കാഞ്ചേരി നല്ല സ്ട്രോങ് മത്സരമല്ലേ? അതെ. ഈ കുറി ആരായിരിക്കും വിജയിച്ച് കയറാനുള്ള സാധ്യത? 3 പേരും ഒപ്പത്തിനൊപ്പം അല്ലേ? അല്ലല്ല, സേവ്യർ ചിറ്റിലപ്പള്ളി ജയിക്കാനാണ് സാധ്യത. തൊട്ട് പുറകെ ഈ UDFന്റെ ഒരു പുതിയ സ്ഥാനാർത്ഥിയാണ്. പിന്നെ നിലവിൽ കണ്ട മുഖമാണ് ഈ BJPയുടെ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശക്തമായൊരു മത്സരത്തിന് സാധ്യതയുണ്ടോ? അതിപ്പോൾ വൈശാഖിന് ഇപ്പം അധികം പരിചയമായി വരണുള്ളൂ. പുതിയൊരാളാണ്. പക്ഷെ സേവ്യർ ചിറ്റിലപ്പള്ളി കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നല്ല വികസനമാണ് ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആള് ജയിക്കാനാണ് സാധ്യത കൂടുതൽ. BJPയുടെ സാന്നിധ്യം
BJP ഒക്കെ ലാസ്റ്റ് 3-ാം സ്ഥാനത്തേക്ക് തന്നെ പോകുള്ളൂ. നിലവിൽ എങ്ങനെയാണ് വടക്കാഞ്ചേരിയുടെ അവസ്ഥ? അങ്ങനെ ശക്തമായ ഒരു പോരാട്ടത്തിനുള്ള സാധ്യതയാണോ നിലവിൽ? എങ്ങനെയാണ്? ശക്തമായ പോരാട്ടത്തിന് വളരെയധികം സാധ്യതയാണ്. കാരണം ജനങ്ങൾ വളരെയധികം മടുത്തു. ഈ ഒരു നാണയത്തിൻ്റെ രണ്ട് വശമായ LDFും UDFനും വളരെയധികം വെറുത്തുകൊണ്ട് ഒരു മാറ്റത്തിന്, എസ്പെഷ്യലി അത് ഏറ്റവും കൂടുതൽ ഒരു വികസിത കാഴ്ചപ്പാടാണ് എല്ലാ ജനങ്ങളും കാണുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും കയറി വന്ന് ഇപ്പോൾ വികസിത ഭാരതം എന്നുള്ളൊരു കാര്യത്തിൻ്റെ കാഴ്ചപ്പാട് ശരിയാവണമെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വികസിത കേരളം, വികസിത വടക്കാഞ്ചേരി, അതെല്ലാം ഏറ്റവും കൂടുതൽ നല്ല രീതിയിലാക്കാൻ ജനങ്ങളെല്ലാം വളരെ ഉഷാറിലാണ്. പിന്നെ ഉല്ലാസനെ സംബന്ധിച്ചിട്ടായാലും സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. എവിടെയും എന്ത് കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് സംസാരിക്കുവാനും അത് നടപ്പിലാക്കാനും കഴിവുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെയധികം സപ്പോർട്ടാണ്. മറ്റുള്ള സ്ഥാനാർത്ഥികളെ ത്രികോണ പോരാട്ടത്തിന് സാധ്യതയ്ക്കുണ്ടോ ഇവിടെ? ഇവിടെ വളരെയധികം ത്രികോണ പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ LDFിൻ്റെ ഭാഗത്തു നിന്നായാലും UDFിൻ്റെ ഭാഗത്തു നിന്നായാലും അവരെ സംബന്ധിച്ചിട്ടായാലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിനെ വളരെയധികം പേടിക്കുന്നുണ്ട്. നിലവിലുള്ള വികസന പ്രവർത്തനങ്ങൾ വോട്ടായി ഇനിയിപ്പോൾ എന്തുട്ട് ചെയ്യാനുള്ളത്? വടക്കാഞ്ചേരിയിൽ ആർക്കാണ് സാധ്യത? എങ്ങനെയാണ് നിലവിലെ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം? വടക്കാഞ്ചേരിയിൽ എവിടെയായാലും 5 കൊല്ലം കൂടുമ്പോൾ മാറി വരാറില്ലല്ലേ. ഇപ്രാവശ്യം 10 കൊല്ലമായില്ലേ, ഇനിയിപ്പോൾ ഒന്ന് മാറിക്കോട്ടെ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, ഒരു മാറ്റം അത്രമാത്രം പ്രതീക്ഷിക്കുന്നത്. അതിനുള്ളൊരു സാധ്യത ഘടകം ഉണ്ടോ ഇപ്പോൾ? സാധ്യത ലേശം ആ പയ്യന് കെടുക്കുന്നുണ്ടെന്നാണ് കേൾക്കണത്. വൈശാഖിന് ആള് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത് സേവിയർ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. വടക്കാഞ്ചേരിയിൽ ആര് വേഗത്തിൽ ഓടിക്കയറുമെന്നത് കാത്തിരുന്ന് കാണണം. അത്ര വാശിയേറിയ ഒരു മണ്ഡലം തന്നെയായിരിക്കുകയാണ് വടക്കാഞ്ചേരി മണ്ഡലം. അപ്പോൾ അന്തിമ വിധി വരും വരെ നമുക്ക് കാത്തിരിക്കാം. ജനശബ്ദം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിക്ഷേപങ്ങൾക്ക് കരുതലായി കൂടെയുണ്ട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും ജോൺസ് ഹോണ്ട, തൃശൂർ, ആലപ്പുഴ. കൽപ്പക വെഡ്ഡിംഗ്, കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം, ഏറ്റവും കുറഞ്ഞ വിലകളിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ.